ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം കണവ അല്ലെങ്കിൽ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേഗത്തിൽ നോക്കാം. ഇതേപ്പം നമ്മുടെ കണവയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ദേ കണവയെല്ലാം കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഫ്രൈ ചെയ്യുന്നതിനായി. അതിലേക്ക് അല്പം മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചൂടായ കടായിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തലിൻ്റെ കഷ്ണങ്ങളൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്യാൻ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ കൂന്തലൊന്ന് ചെറുതായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ 1/2 കിലോ കണവയാണ് എടുത്തിരിക്കുന്നത്. അതിന് റോസ്റ്റ് ചെയ്യാനായി ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി, 10 അല്ലി ചെറിയ ഉള്ളി, 10-15 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് നെടുകെ കീറിയത് 4 എണ്ണം, ഇഞ്ചി, കറിവേപ്പിലത്തണ്ട്. അത് ചൂടായ കടായിലേക്ക് അല്പം കടുകും ഉലുവയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, നുള്ളുപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കുടംപുളി, ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബായ്.